ഹായ്. അപ്പോൾ നമ്മുടെ 9th മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഓക്കെ, നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഏരിയ എന്നാണ്. ഓക്കെ, ഏരിയ എന്ന് പറയുമ്പോൾ ട്രയാങ്കിൾസിൻ്റെ ഏരിയയെ കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ട്രയാങ്കിൾസാണ്, കംപ്ലീറ്റ് ട്രയാങ്കിൾസാണ്. ട്രയാങ്കിളിൻ്റെ ഏരിയയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ട്രയാങ്കിൾ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ട്രയാങ്കിൾ? ട്രയാങ്കിൾസ് ആർ പോളിഗൺസ് വിത്ത് 3 sides അല്ലെ. 3 sides ഉള്ള 3 sides ഉള്ള പോളിഗൺസിനെയാണ് ട്രയാങ്കിൾസ് എന്ന് പറയാലോ. പിന്നെന്താ ട്രയാങ്കിൾസിനെ പറ്റി അറിയാം? ട്രയാങ്കിൾസിന്റെ 3 ആംഗിൾസും കൂടി ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടും. ദ ആംഗിൾസ് സം ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. ഓക്കെ, ദ സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമതൊരു കാര്യം കൂടി ഒന്ന് ഓർത്തു നോക്കാൻ ഞാൻ ഒന്ന് പറയാൻ ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചു. ഈ ട്രയാങ്കിളിന്റെ സൈഡിന്റെ ലെങ്ത്തുകൾ ഇതിന്റെ ആംഗിൾസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നോക്കാം, ഇതാണ് ഇതിലെ ഏറ്റവും ചെറിയ ട്രയാങ്കിൾ. ഏറ്റവും ചെറിയ ആംഗിൾ ഈ ആംഗിൾ ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റുള്ള ഈ സൈഡ് ആയിരിക്കും ഈ ട്രയാങ്കിൾ ഏറ്റവും ചെറിയ സൈഡ്. മനസ്സിലാവുണ്ടോ? ഇതാണ് ഏറ്റവും ചെറിയ, ഇതാണ് സ്മോളസ്റ്റ് ആംഗിൾ എങ്കിൽ ഇതായിരിക്കും എന്ത് സ്മോളസ്റ്റ് സൈഡ്. ഇതാണ് ഈ ട്രയാങ്കിളിലെ ലാർജസ്റ്റ് ആംഗിൾ എങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റുള്ള ഈ സൈഡ് ആയിരിക്കും എന്ത് വരിക ഇതിലെ ലാർജസ്റ്റ് സൈഡ്. ഇത് ഏറ്റവും വലിയ ആംഗിൾ ആണെങ്കിൽ ഇത് ഏറ്റവും വലിയ സൈഡ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ. അപ്പൊ ഈ ആംഗിളും ഈക്വൽ ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള 2 സൈഡുകൾ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. ആ ഒരു പോയിന്റ് കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ചെറിയ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏറ്റവും ചെറിയ സൈഡും ഏറ്റവും വലിയ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എന്തായിരിക്കും ഏറ്റവും വലിയ സൈഡും ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ട്രയാങ്കിൾസിനെ കുറിച്ചിട്ട് ഓർക്കുക. പിന്നെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ്, പലതരത്തിലുള്ള ട്രയാങ്കിൾസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല. ഏതൊക്കെ ട്രയാങ്കിൾസ് ആണ് നമ്മൾ പഠിച്ചത്? റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്, ഐസോസിലസ് ട്രയാങ്കിൾ ഉണ്ട്, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. എന്താണ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാല് ഒരു ആംഗിൾ 90 ഡിഗ്രി വരുന്ന ട്രയാങ്കിളിനെയാണ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയാം. ശരിയല്ലേ? അതേപോലെ 3 ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ, 3 സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിനെയാണ് എന്ത് പറയാ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയാം. 2 സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനാണ് എന്ത് പറയാ? ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയാം. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ അതിന്റെ 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും, അതിന്റെ 3 ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ശരിയല്ലേ? ആ ഓരോ ആംഗിളും 60 ഡിഗ്രി വീതായിരിക്കും. ഈ ഐസോസിലസ് ട്രയാങ്കിൾ ആകുമ്പോൾ അതിന്റെ 2 സൈഡ്സ് ഈക്വൽ ആയിരിക്കും, ആ 2 സൈഡിന്റെയും ഓപ്പോസിറ്റ് ഉള്ള 2 ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക ട്രയാങ്കിൾസിനെ കുറിച്ച്. ട്രയാങ്കിൾസിന്റെ 3 ആംഗിൾസ് ആഡ് ചെയ്താൽ 180 കിട്ടുമെന്ന് നമുക്കറിയാം അല്ലെ. പിന്നെ ഈ 3 ടൈപ്പ് ട്രയാങ്കിളിനെ കുറിച്ച് ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എങ്ങനെയാണ് ട്രയാങ്കിളിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം? ഏരിയ നമ്മൾ പലതരത്തിലുള്ള ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചല്ലോ. കഴിഞ്ഞ 8th നമ്മൾ ഒരു വലിയൊരു ചാപ്റ്ററിൽ ക്വാഡ്രിലാറ്ററലിന്റെ മൊത്തം ഏരിയ പഠിച്ചു. അതിന് മുമ്പ് നമ്മൾ ട്രയാങ്കിളിന്റെ ഏരിയ പഠിച്ചു. ഇതൊക്കെ പഠിച്ചാണല്ലേ. അപ്പൊ അതൊന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ട്രയാങ്കിളിന്റെ ഏരിയ കാണാം? ബോർഡിലേക്ക് നോക്കുക. ബോർഡിലേക്ക് നോക്കൂ. ബോർഡിൽ 2 ട്രയാങ്കിൾസ് കാണില്ലേ? എങ്ങനെയാണ് ഈ ട്രയാങ്കിൾസിന്റെ ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് ഇതാ, ഈ ഒരു സൈഡിനെ നമ്മൾ താഴെ കാണുന്ന സൈഡിനെ നമ്മൾ എന്താ പറയാ? ബേസ് എന്നാണല്ലോ പറയാ, ബേസ് അല്ലെ. ഈ ബേസിൽ നിന്ന് ഓപ്പോസിറ്റ് വെർട്ടെക്സ്, ഈ വെർട്ടെക്സിലേക്കുള്ള ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇതിനാണ് നമ്മൾ എന്ത് പറയാ? ആ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയാം. അതൊക്കെ നമ്മൾ പഠിച്ചല്ലേ. ഓക്കെ, അപ്പൊ ഈ ബേസും ഹൈറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്യും. അതിന്റെ ഹാഫ് ആണ് എന്ത് വരിക? ട്രയാങ്കിളിന്റെ ഏരിയ വരിക. ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും, ട്രയാങ്കിളിന്റെ ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ്, ഹാഫ് എടുക്കണം അല്ലെ. എന്തിന്റെ ഹാഫാണ്? ബേസിന്റെ ലെങ്ത്, ബേസ് ഇൻറ്റു ഇതിന്റെ എന്ത് വരും? ഹൈറ്റ്. ഇതാണ് ട്രയാങ്കിളിന്റെ എന്ത് വരിക? ഏരിയ വരിക. ഇത് നമ്മൾ ഷോർട്ട് ആയിട്ട് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? എ ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച് എന്ന ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. What is B? B is length of base. What is H? H is the height. ഓക്കെ, ഈ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് ആ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടും. ശരിയല്ലേ? ഇനി ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആണെങ്കിലോ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആകുമ്പോൾ ഇതാണ് ബേസ്, ഇത് ബേസ് ആണോ? ഇത് ഏതാ ഹൈറ്റ് വരിക?
ബേസിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണല്ലേ. ഇവിടെ നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കാൻ പറ്റില്ല. എങ്ങോട്ടാണ് എടുക്കേണ്ടത്? നമുക്ക് ഈ വെർട്ടെക്സിലേക്കാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ സൈഡ് ഇതാ ഇങ്ങനെ ഇങ്ങോട്ടും എല്ലാം ഇങ്ങനെ നേരെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. എന്നിട്ട് ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാം? നേരെ താഴേക്ക് നമുക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ കിട്ടേണ്ടത്. അപ്പൊ പെർപെൻഡിക്കുലർ ആയിട്ട് എങ്ങനെ കിട്ടണം? ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഇതായിരിക്കും എന്ത് വരിക? എച്ച് വരിക. കണ്ടോ? ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബേസ് അവിടെ ഇങ്ങനെ നീട്ടും. ഇവിടുന്ന് നേരെ ഇങ്ങനെ കുത്തനെ കാണുന്ന വെർട്ടിക്കലായിട്ട് കാണുന്ന ഈ ഹൈറ്റ് ആണ്. ഇതാണ് ഇതിന്റെ ഹൈറ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏരിയയിലൂടെ ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഈ ലെങ്ത് എത്രയാണോ ബി ഇൻറ്റു ഈ ഹൈറ്റ് എത്രയാണോ ഹാഫ് ബി എച്ച്. ശരിയല്ലേ? ഇത് മറക്കരുത്. ഈ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഓർ എ ഈസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച്. ഇത് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കുറെ നിങ്ങൾ മുമ്പൊക്കെ ചെയ്തതാണ്. അപ്പൊ ഇക്വേഷൻ എന്ത് ചെയ്യാം? നല്ലപോലെ ഓർത്ത് വെക്കുക. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് ഞാനൊരു ട്രയാങ്കിളിന്റെ ഏരിയ ഇവിടെ പറയാം. ഇവിടെ നോക്കൂ, 24 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഇത്രയും ഏരിയ ഉള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. അതെങ്ങനെ നമ്മൾ വരയ്ക്കാൻ പറ്റും? 24 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഉള്ള ഒരു ട്രയാങ്കിൾ ഞാൻ വരയ്ക്കുന്നത് ശ്രദ്ധിക്കാം. ഞാനിവിടെ റഫായിട്ട് വരയ്ക്കണം. അതിന്റെ ലെങ്ത്തുകൾ ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതാക്കണം. ഇതിന്റെ ഈ ബേസിന്റെ ലെങ്ത് 24. ഇത് 24 ആയിട്ടും ഇത് ഇതാണ് ഇതിന്റെ ഹൈറ്റ്. ഇതാണ് ഹൈറ്റ് അല്ലെ. ഈ ഹൈറ്റ് ഇവിടെ വരയ്ക്കുന്നത്. ഈ ഹൈറ്റ് ഒരു 2 സെന്റിമീറ്ററും ആയിട്ട് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്തായിരിക്കും വരിക? 24 ഇൻറ്റു 2 48 വരും. അതിന്റെ ഹാഫ് ആണ് വരിക. അപ്പൊ എന്ത് വരും? 24 ആണ് വരും. അപ്പൊ ഇതിന്റെ ഏരിയ 24 സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ. ഈ 24 ബേസ്, ഈ 2 ഇതിന്റെ ഹൈറ്റ് 24 ഇൻറ്റു 2 ഇത് വരും 48 വരും. അതിന്റെ ഹാഫ് എത്ര വരും? 24 ആണോ? അപ്പൊ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇനി വേറെ ഏതെങ്കിലും രൂപത്തിൽ വരയ്ക്കാൻ പറ്റുമോ? ഇവിടെ ശ്രദ്ധിക്കാം. ഞാൻ വേറെ ട്രയാങ്കിൾ വരയ്ക്കുന്നത് ഇങ്ങനെ വരയ്ക്കാം. ഞാൻ ശ്രദ്ധിക്കാം. ഇത് 12 സെന്റിമീറ്റർ എന്ന് ചെയ്യാൻ പറ്റും. ബേസ് 12 ആണ്. 12. ഇതിന്റെ ഹൈറ്റ് ഇതാണല്ലോ ഹൈറ്റ് അല്ലേ. ഇത് ഒരു 4 സെന്റിമീറ്റർ എടുക്കും. ഈ ഹൈറ്റ് 4 സെന്റിമീറ്റർ എടുക്കും. അങ്ങനെ എടുത്ത് വരച്ചു. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എന്താണോ നോക്കൂ. അപ്പൊ ബേസിന്റെ ലെങ്ത് 4 12 കേട്ടോ. ഹൈറ്റ് 4. അപ്പൊ ഇത് രണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്താൽ 4 ഇൻറ്റു 12 എന്ത് വരും? 48 വരും. ശരിയല്ലേ? 48ന്റെ ഹാഫ് എത്ര വരും? അത് 24. അപ്പൊ ഇതിന്റെ ഏരിയ എന്താണ് വരുന്നത്? 24. ഇതിന്റെ പ്രത്യേകത ഞാൻ വരയ്ക്കുമ്പോൾ ഇതിന്റെ ഹൈറ്റ് 2 സെന്റിമീറ്റർ ഉള്ളൂ, 2 സെന്റിമീറ്റർ ഉള്ളൂ. ഇതിന്റെ ഹൈറ്റ് 4 സെന്റിമീറ്റർ ഉണ്ട്. പക്ഷെ ഇതിന്റെ ബേസ് കൂടുതലുണ്ട്. ഇതിന്റെ ബേസ് എന്താണ്? ഇതിന്റെ പകുതി 12 കേട്ടോ. ഇനി വേറെ ഏതെങ്കിലും രൂപത്തിൽ 24 സെന്റിമീറ്റർ സ്ക്വയർ ഉള്ള ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ നോക്കാം നമുക്ക്. അല്ലെ, ഇവിടെ നോക്കൂ. വേറൊന്ന് അങ്ങനെ വരയ്ക്കണം. ഇത് 6 സെന്റിമീറ്റർ ബേസിൽ. ഇതിന്റെ ഹൈറ്റ് ഇതാണ്. ഇതിന്റെ ഹൈറ്റ് അല്ലെ. ഈ ഹൈറ്റ് ഒരു 8 സെന്റിമീറ്റർ വരച്ചു. 8 സെന്റിമീറ്റർ വരച്ചു. ഇത് 6ഉം ഇതിന്റെ ഹൈറ്റ് 8 സെന്റിമീറ്ററും വരച്ചു കഴിഞ്ഞാൽ ബേസ് 6 ഇൻറ്റു ഹൈറ്റ് 8. ഇപ്പൊ 6 ഇൻറ്റു 8 എത്ര വരും? 6 48 48 വരും. ആ 48ന്റെ ഹാഫ് എത്ര വരും? ഇതും എന്ത് വരും? 24 വരും. ആണോ? അപ്പൊ ഞാനിവിടെ വരച്ച ഈ 3 ട്രയാങ്കിളിന്റെയും ഏരിയകൾ സെയിം ആണ്. ശരിയാണല്ലോ? ഏരിയ എത്ര വരിക? 24 ആണ്. പക്ഷെ ഇതിന്റെ ബേസ് 24 ആണ്. ഇതിന്റെ ഹൈറ്റ് കുറച്ചുള്ളൂ, 2 ഉള്ളൂ. ഈ ചിത്രം നോക്കണ്ട, നമ്മൾ അളവെടുത്ത് വരച്ചതല്ലോ. അവിടെ ചിത്രത്തിൽ നോക്കണ്ട. ഇത് 2 ഉള്ളൂ. ഇതിന്റെ ഇരട്ടി ഹൈറ്റിന്റെ ഇവിടെ ആണോ? ഇതിനേക്കാളും ഹൈറ്റ്. ഇതിന്റെ 2ന്റെ ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 4 ആണ്. കേട്ടോ. ഇതിന്റെ ഇരട്ടിന്റെ ഇവിടെ ഇതിനേക്കാളും ഹൈറ്റ് കൂടിയതാണ്. അപ്പൊ ഇങ്ങനെ 3 ഡിഫറന്റ് ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരേ ഏരിയ വരുന്ന ട്രയാങ്കിൾസ് 3 രീതിയിൽ വരയ്ക്കാം. വരച്ചൂടെ? ഇതേപോലെ വേറെ ഏതെങ്കിലും ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രയാങ്കിൾസ് നമുക്ക് ഡിഫറന്റ് രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാൻ പറ്റും. ഒരേ ഏരിയ വരുന്ന ട്രയാങ്കിൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പല രീതിയിൽ പല അളവുകളിൽ വരയ്ക്കാൻ പറ്റും. ഇനി ഞാൻ വേറൊരു കണ്ടീഷൻ കൂടി ഇതിൽ ചേർക്കാം. നമുക്കങ്ങനെ പല രീതിയിൽ വരയ്ക്കുമ്പോൾ ബേസിന്റെ ലെങ്ത് മാറാൻ പാടില്ല. ബേസ് എപ്പോഴും എന്തായിരിക്കണം? സെയിം ആയിട്ടിരിക്കണം. ബേസ് 24 അല്ല, നമുക്ക് 12 എടുക്കാം. ബേസ് എപ്പോഴും 12 ആയിരിക്കണം. ബേസ് 12 ആയിരിക്കണം. ഏരിയ എന്താവും വേണം? 24 ആവും വേണം. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ രീതിയിൽ വരയ്ക്കാൻ പറ്റും? പല രീതിയിൽ വരയ്ക്കാൻ പറ്റും നോക്കാം. ഇവിടെ നമ്മൾ 12 എടുത്തപ്പോ അതിന്റെ ഹൈറ്റ് എന്ത് വന്നു? 4 വന്നു. 12 ആണ് ബേസിന്റെ ലെങ്ത് എങ്കിൽ ഹൈറ്റ് എന്ത് വരണം? 4 വരണം. എന്നാലേ ഇതിന്റെ 12 ഇൻറ്റു 4 48. അതിന്റെ ഹാഫ് എന്ത് വരുള്ളൂ? 24 വരുള്ളൂ. ശരിയല്ലേ? ഇനി ബേസിന്റെ ലെങ്ത് 12ഉം ഈ ഹൈറ്റ് 4ഉം ഉള്ള ട്രയാങ്കിൾസ് നമുക്ക് വ്യത്യസ്ത രീതിയിൽ വരയ്ക്കാൻ പറ്റുമോ? വരയ്ക്കാൻ പറ്റും. അതെങ്ങനെയെന്ന് നോക്കാം. അവിടെ ശ്രദ്ധിക്കാം.
കേട്ടോ. ഇത് 12 സെന്റിമീറ്റർ ഞാനൊരു വര വരച്ചു കേട്ടോ. ഇവിടെയും 12 സെന്റിമീറ്റർ ഞാൻ എല്ലാത്തിന്റെ ബേസ് 12 ആണെന്ന് പറഞ്ഞിട്ടല്ലോ. അപ്പൊ ഞാൻ ഇവിടെ 12 സെന്റിമീറ്റർ ആണ്. പൊക്കത്തിന്റെ ഇതിന്റെ ബേസിന്റെ ലെങ്ത് എന്താണ്? 12 സെന്റിമീറ്റർ വീതമാണ് കേട്ടോ. ഇനി 4 സെന്റിമീറ്റർ ഹൈറ്റ് വരണം. എന്നാലേ എന്താവുള്ളൂ? ഏരിയ 24 ആവുള്ളൂ അല്ലേ? അപ്പൊ ഞാൻ ഒരു ട്രയാങ്കിൾ ചെയ്യണം. ഇങ്ങനെ വരയ്ക്കാം നമ്മൾ കേട്ടോ. ഒരു ട്രയാങ്കിൾ ഇങ്ങനെ വരച്ചു. അവിടെ തൊട്ട് ഇവിടെ വരെ ഈ ഹൈറ്റ് എന്താണ്? ഇത് 4 ആണ്. അപ്പൊ 12 into 4 48. 48ന്റെ ഹാഫ് 24. ഏരിയ 24 ആണ്. ശരിയല്ലേ? ഈ ബേസ് ഇവിടെ ബേസ് 12 തന്നെയാണ്. ഇത് ഞാൻ വേറെ രൂപത്തിൽ വരയ്ക്കണം. ഇത് എങ്ങനെ വരയ്ക്കുന്ന നോക്കൂ. ഇത് ഞാൻ ഇങ്ങനെ വരച്ചു. ഇവിടെ നോക്കട്ടോ. ഇങ്ങനെ വരച്ചു. ഇങ്ങനെ വരച്ചിട്ട് ഈ ട്രയാങ്കിൾ ഷേപ്പ് വ്യത്യാസം. പക്ഷെ ഇവിടെ നോക്കാം. ഈ ഹൈറ്റ് ഇവിടുന്ന് ഈ ഹൈറ്റ് 4 ആണ്. ഈ ഹൈറ്റ് 4 തന്നെയാണ്. 4 ആയതുകൊണ്ട് ആ 4 into ഈ 12 അതും എന്ത് വരും? 48. അതിന്റെ ഹാഫ് എടുക്കുമ്പോൾ 24 വരും. അപ്പൊ ഇതിന്റെ ഏരിയ 24 ആണ്. ഇതിന്റെ ഏരിയ എന്താണ്? 24. കാരണം ഇതിന്റെ ഈ ഹൈറ്റ് എന്താണ് നമ്മൾ പറഞ്ഞത്? ഇത് 4 ആണ് നമ്മൾ എടുത്തത്. ശരിയല്ലേ? ഇനി വേറെ രൂപത്തിൽ ട്രയാങ്കിൾ ഇങ്ങനെ വരച്ചോ. ഇത് വെച്ച മാതിരില്ല. ഇതിന്റെ ഷേപ്പ് വ്യത്യാസമുണ്ട്. പക്ഷെ ഈ ഹൈറ്റ് എന്താണ് നോക്കാം. ഈ ഹൈറ്റ് നമ്മൾ എടുത്ത് കറക്റ്റ് 4 എടുത്തു കഴിഞ്ഞാൽ ഈ 12 into 4 48. അതിന്റെ ഹാഫ് എന്ത് വരും? 24 വരും. ഇപ്പൊ ഇത് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? സെയിം ബേസും ഒരേ ഏരിയയുമുള്ള 3 ട്രയാങ്കിൾസ്. ഒരു ട്രയാങ്കിൾ 3 രീതിയിൽ വരച്ചിരിക്കുക. സെയിം ബേസ് ആണ്. ഇതിന്റെ ഏരിയ എന്താണ്? സെയിം ആണ്. പക്ഷെ ഡിഫറന്റ് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്ത് ഈ ട്രയാങ്കിൾസ് വരച്ചത്. ശരിയല്ലേ? ഞാൻ എന്താ പറഞ്ഞു ആലോചിച്ച് നോക്കൂ. സെയിം ബേസിന്റെ ലെങ്ത് സെയിം ആണോ? ബേസിന്റെ ലെങ്ത് സെയിം. ഇതിലൊക്കെ ഏരിയ എന്താണ്? അതും സെയിം. ഇതിന്റെ ഏരിയ എന്താണ്? സെയിം ആണ്. ഈ 3 ട്രയാങ്കിൾസ് കൂടി നമ്മളൊന്ന് കമ്പൈൻ ചെയ്ത് നോക്കുക. ഒക്കെ ഒരേ ബേസ് അല്ലേ? ഇത് 3 ഈ ട്രയാങ്കിൾ എടുത്തിട്ട് ഇവിടെ വെക്കും. ഈ ട്രയാങ്കിൾ എടുത്തിട്ട് ഇവിടെ വെക്കും. അപ്പൊ എന്താ കിട്ടുക നോക്കാം. ഞാനൊന്ന് മാറ്റി വരക്കാം. ശ്രദ്ധിക്കാം. ഇതാണ് നമ്മൾ ആ ബേസ്. ഇത് 12 സെന്റിമീറ്റർ. ഇവിടെ ആദ്യം വരച്ച ട്രയാങ്കിൾ ഇങ്ങനെ വരുന്നുണ്ട്. ആദ്യത്തെ ട്രയാങ്കിൾ ഇതാണ്. ആദ്യത്തെ ട്രയാങ്കിൾ. ഈ രണ്ടാമത്തെ ട്രയാങ്കിൾ ഞാൻ ഇതിന്റെ കൂടെ വെക്കുകയാണ്. ഇതിന്റെ കൂടെ വെക്കുമ്പോൾ അതിന്റെ ബേസ് രണ്ടാമത്തെ ട്രയാങ്കിൾ ഇങ്ങനെ ആയിരുന്നു വന്നില്ല. ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുന്നത് രണ്ടാമത്തെ ട്രയാങ്കിൾ ആണ്. ഇതാണ് രണ്ടാമത്തെ ട്രയാങ്കിൾ. അത് ഇതിന്റെ മുകളിൽ വെച്ചു. ഈ മൂന്നാമത്തെ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവണം. അത് ഞാൻ ഇങ്ങോട്ട് അങ്ങനെ വരച്ചിട്ടുണ്ടാവും. ഇങ്ങനെയാണ് മൂന്നാമത്തെ ട്രയാങ്കിൾ. നോക്കൂ. ഇപ്പോ ഒരേ ബേസ്, സെയിം ബേസ്. 3 ട്രയാങ്കിൾ ബേസ് സെയിം ആണ്. ഒരേ ബേസിലുള്ള 3 ട്രയാങ്കിൾസ്. ഈ 3 ട്രയാങ്കിൾസിന് പ്രത്യേകത എന്താണ്? ഈ 3 ട്രയാങ്കിളിന്റെയും ഏരിയ എന്താണ്? സെയിം ആണ്. ഇപ്പൊ സെയിം ബേസ് ആൻഡ് സെയിം ഏരിയ. ഈ 3 ട്രയാങ്കിൾസിന്റെയും സെയിം ബേസ് ആണ്. ഒരേ ബേസ് ആണ്. കറക്റ്റ് ഇതാണ് ബേസ് ആണ്. ഇതിന്റെ ഏരിയയും ഈ ട്രയാങ്കിളിന്റെ ഏരിയയും ഈ ട്രയാങ്കിൾ 3ന്റെ ഏരിയ എന്താണ്? അതും ഈക്വൽ ആണ്. ശരിയല്ലേ? ഇങ്ങനെയുള്ള ഈ ട്രയാങ്കിളിന് ഇവിടെ കാണാൻ ഇതിനൊരു പ്രത്യേകത. സെയിം ബേസും സെയിം ഏരിയയുമുള്ള ഈ ട്രയാങ്കിളിന്റെ തേർഡ് വെർട്ടെക്സ് നോക്കുക. തേർഡ് വെർട്ടെക്സ് ഏതാണ്? തേർഡ് വെർട്ടെക്സ് ഈ ട്രയാങ്കിളിന്റെ തേർഡ് വെർട്ടെക്സ് ആണ് ഇതാണ്. ഈ ട്രയാങ്കിളിന്റെ തേർഡ് വെർട്ടെക്സ് ആണ് ഇതാണ്. ഈ ട്രയാങ്കിളിന്റെ തേർഡ് വെർട്ടെക്സ് എന്താണ്? ഈ തേർഡ് വെർട്ടെക്സുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് പ്രത്യേകത നോക്കുക. ഈ തേർഡ് വെർട്ടെക്സുകളെ ജോയിൻ ചെയ്തുകൊണ്ട് സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ വര വരച്ചു വയ്ക്കാം. സ്കെയിൽ ഉപയോഗിച്ച് ഈ തേർഡ് വെർട്ടെക്സിനെ ജോയിൻ ചെയ്ത് നമ്മളൊരു ലൈൻ വരച്ചാൽ എന്താ ഞാൻ പറഞ്ഞത്? സെയിം ബേസും സെയിം ഏരിയയുമുള്ള ട്രയാങ്കിൾസിന്റെ തേർഡ് വെർട്ടെക്സുകളെ ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ചാൽ ഈ ലൈൻ എല്ലായ്പ്പോഴും അതിന്റെ ബേസിന് പാരലൽ ആയ ഒരു ലൈൻ ആയിരിക്കും. നമ്മൾ പറഞ്ഞത് സെയിം ബേസും സെയിം ഏരിയയുമുള്ള കുറെ ട്രയാങ്കിൾസ്. ഇവിടെ 3 ട്രയാങ്കിൾസ്. ഈ 3 ട്രയാങ്കിൾസിന്റെ തേർഡ് വെർട്ടെക്സുകൾ ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ചാൽ ഈ ലൈൻ എന്തായിരിക്കും? ഈ ലൈന് ഈ ട്രയാങ്കിളിന്റെ ബേസിന് പാരലൽ ആയ ഒരു ലൈൻ ആയിരിക്കും. മനസ്സിലാവണ്ടോ? നമുക്ക് എങ്ങനെ പറയാം? ഓൾ ട്രയാങ്കിൾസ് വിത്ത് സെയിം ബേസ് ആൻഡ് സെയിം ഏരിയ have their third vertices on a line parallel to the base. മനസ്സിലായല്ലോ? ഒരേ ബേസും ഒരേ ഏരിയയുമുള്ള 3 ട്രയാങ്കിൾസ്. ഇവിടെ 3 അല്ല, എത്ര ട്രയാങ്കിൾസ് ആയാലും ആ ട്രയാങ്കിൾസിന്റെ തേർഡ് വെർട്ടിസസ് എവിടെയായിരിക്കും? ബേസിന് പാരലൽ ആയ ഒരു ലൈനിൽ ആയിരിക്കും. മനസ്സിലാവുണ്ടോ? എന്താ ഞാൻ പറഞ്ഞതുകൂടി ഞാൻ പറയാം.
അതായത് സെയിം ബേസും സെയിം ഏരിയയുമുള്ള കുറെ ട്രയാങ്കിൾസ് ഉണ്ട്. ആ ട്രയാങ്കിൾസിന്റെ തേർഡ് വെർട്ടിസസ് എവിടെയായിരിക്കും? അത് ബേസിന് പാരലലായ ഒരു ലൈനിൽ ആയിരിക്കും. മറക്കരുത്. ഈ സെന്റൻസ് ഞാൻ ഒന്നുകൂടി പറയാം. All triangles with the same base and area, all triangles with the same base and area have their third vertices on a line parallel to the base. Now, all triangles with the same base and area have their vertices, third vertices on a line parallel to its base, parallel to the base. Okay? ഇത് നമുക്ക് തിരിച്ചും പറയാം. എങ്ങനെ? ഇവിടെ നോക്കാം. ഇവിടെ 3 ട്രയാങ്കിൾസ്. ഈ 3 ട്രയാങ്കിൾസിനൊക്കെ സെയിം ബേസ് ആണ്. സെയിം ബേസിലുള്ള കുറെ ട്രയാങ്കിൾസ്. ആ ട്രയാങ്കിൾസിന്റെ ഒക്കെ തേർഡ് വെർട്ടിസസ്, മൂന്നാമത്തെ ഈ മൂലകളുടെ വെർട്ടിസസ് ഈ ബേസിന് പാരലലായ ഒരു ലൈനിലാണെങ്കിൽ, ഞാൻ വേറെ വരയ്ക്കാം. ഇത് ബേസ്. ഇനി ഇവിടെ ഈ ബേസിന് പാരലലായ ഒരു ലൈൻ ഞാൻ അങ്ങനെ വരച്ചിട്ടുണ്ട്. ഇത് ബേസ് ആണ്. ഇതിന് പാരലലായ ഒരു ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം? ട്രയാങ്കിൾ ഇങ്ങനെ വരയ്ക്കാം. ഒരു ട്രയാങ്കിൾ ഇങ്ങനെ വരച്ചോളാം. തേർഡ് വെർട്ടിസ് ഇവിടെ വരുന്ന രൂപത്തിൽ ട്രയാങ്കിൾ വരച്ചോളാം. ഇനി ഇവിടെ നോക്കൂ, വേറൊന്ന് ഇങ്ങനെ വരച്ചിട്ടാണ് രണ്ടാമത്തെ ട്രയാങ്കിൾ. വെർട്ടെക്സ് ഇവിടെ വരുന്ന രൂപത്തിൽ വേറൊരു ട്രയാങ്കിൾ വരച്ചോ. ഈ ബേസിന് പാരലലായ ഒരു ലൈനിൽ തേർഡ് വെർട്ടെക്സ് വരുന്ന രൂപത്തിൽ എന്ത് ചെയ്യാണ്? ഞാൻ കുറെ ട്രയാങ്കിൾ സെയിം ബേസ് വെച്ച് വരയ്ക്കാൻ. നീ വരച്ചൂടെ ഇങ്ങനെ വരയ്ക്കാം. എത്രമാണെങ്കിലും വരയ്ക്കാം. അപ്പൊ ഞാൻ എന്താ ചെയ്തത്? ഒരേ ബേസ്, ഈ ബേസിന് പാരലലായ ഒരു ലൈൻ വരച്ചിട്ട് ആ ലൈനില് തേർഡ് വെർട്ടെക്സ് വരുന്ന രൂപത്തിൽ കുറെ ട്രയാങ്കിൾസ് വരച്ചു. ഈ ട്രയാങ്കിൾസിനൊക്കെ സെയിം ഏരിയ ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിട്ടാണ്. അതാണ് സെയിം ബേസ്. ഈ ബേസിന് പാരലൽ ആയിട്ടൊരു ലൈനിൽ തേർഡ് വെർട്ടെക്സ് വരുന്ന രൂപത്തിൽ ഇങ്ങനെ എത്ര ട്രയാങ്കിൾസ് വേണമെങ്കിലും വരയ്ക്കാം. ഈ ട്രയാങ്കിൾസിന്റെ ഒക്കെ ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് നമ്മളെങ്ങനെ നേരത്തെ പറഞ്ഞ നേരെ തിരിച്ചാണ് പറഞ്ഞത്. നമ്മൾ ആദ്യം പറഞ്ഞതാണ് ഓൾ ട്രയാങ്കിൾസ് സെയിം ബേസും സെയിം ഏരിയയും ആണെങ്കിൽ തേർഡ് വെർട്ടെക്സ് ഈ ബേസിന് പാരലലായ ലൈനിലായിരിക്കും. ഇതാണ് ആദ്യം പറഞ്ഞത്. നമ്മൾ തിരിച്ചു പറഞ്ഞാണ് സെയിം ബേസും തേർഡ് വെർട്ടെക്സ് ബേസിന് പാരലലായ ഒരു ലൈനിലുമായ എല്ലാ ട്രയാങ്കിൾസിനും എന്തായിരിക്കും? സെയിം ഏരിയ ആയിരിക്കും. തേർഡ് വെർട്ടെക്സ് ഇവിടെ ആണെങ്കിൽ ഏരിയ സെയിം ആയിരിക്കും. ഏരിയ സെയിം ആണെങ്കിൽ തേർഡ് വെർട്ടെക്സ് ഇവിടെ ആയിരിക്കും. രണ്ടും എന്താണ്? ശരിയാണ്. സെയിം ബേസ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. സെയിം ബേസ് വേണം. സെയിം ബേസ് ആണ്. സെയിം ഏരിയ ആണെങ്കിൽ തേർഡ് വെർട്ടെക്സ് ബേസിന് പാരലലായ ലൈനിലായിരിക്കും. ഓക്കെ അല്ലേ? തിരിച്ചെങ്ങനെ പറയാം? സെയിം ബേസും തേർഡ് വെർട്ടെക്സ് ബേസിന് പാരലലായ ലൈനിലുമായിട്ട് എല്ലാ ട്രയാങ്കിൾസും എന്തായിരിക്കും? സെയിം ഏരിയ ആയിരിക്കും. ഇതാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ള കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്ന് ഓർത്തു നോക്കാം. ഞാൻ ട്രയാങ്കിൾ എന്താന്ന് പറഞ്ഞല്ലോ. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 സൈഡ്സ് ഉള്ള പോളിഗൺ ആണ്. ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് 180 ഡിഗ്രി ആണ്. ട്രയാങ്കിൾസിന്റെ സൈഡ്സിന്റെ ലെങ്ത് അതിന്റെ ആംഗിൾസിനെ ബേസ് ചെയ്തിരിക്കും. ഏറ്റവും ചെറിയ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും ഏറ്റവും ചെറിയ സൈഡ്. ഏറ്റവും വലിയ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും ഏറ്റവും വലിയ സൈഡ്. ഞാൻ പറഞ്ഞു. പിന്നെ 3 ടൈപ്പ് ട്രയാങ്കിൾ പറഞ്ഞല്ലോ അല്ലെ? എന്താണ്? ഒന്ന് റൈറ്റ് ആംഗിളിന്റെ ട്രയാങ്കിൾ. അത് 90 ഡിഗ്രി, ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ആ ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ അല്ലെ? 2 സൈഡ്സ് ഈക്വൽ ആയ ട്രയാങ്കിൾസിന് നമ്മൾ എന്ത് പറയാം? ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയാം. 2 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ആ 2 സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന 2 ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ മൂന്നാമത്തത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. പഠിച്ചു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 സൈഡും എല്ലാ സൈഡും ഒരേ ലെങ്ത്, സെയിം ലെങ്ത് ഉള്ള ട്രയാങ്കിൾസ്. അപ്പൊ അതിന് 3 ആംഗിളും എന്തായിരിക്കും? അതും സെയിം ആയിരിക്കും. ഓരോ ആംഗിളും 60, 60, 60 വീതായിരിക്കും. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക പഠിച്ചല്ലോ. പഠിച്ചു. ഏരിയ കണ്ടുപിടിക്കാൻ ഹാഫ് BH എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുക. അതായത് ബേസും ഹൈറ്റും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് അതിന്റെ ഹാഫ് എടുത്താൽ എന്ത് കിട്ടും? അതിന്റെ ഏരിയ കിട്ടും. നമ്മൾ പറയാം ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അതാണ് നമ്മൾ ഷോർട്ടായിട്ട് A ഈസ് ഈക്വൽ ടു ഹാഫ് BH എന്ന് പഠിക്കും അല്ലെ? ഇനി സെയിം ഏരിയ ഉള്ള സെയിം ബേസിലുള്ള ട്രയാങ്കിൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പിന്നെ ഈ പറഞ്ഞത്. നമ്മൾ പറഞ്ഞതൊന്നുകൂടി ഞാൻ ഒന്നുകൂടി ഒന്ന് ഓർമ്മയാക്കി തരാം. ഒരേ ബേസ് വരുന്ന ഒരേ ഏരിയ ഉള്ള ട്രയാങ്കിൾസ് വരച്ചാൽ ആ ട്രയാങ്കിളിന്റെ ഒക്കെ തേർഡ് വെർട്ടെക്സ് എവിടെ ആയിരിക്കും? ഈ ബേസിന് പാരലൽ ആയ ഒരു ലൈൻ വരും. ഇതിൽ കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബേസിന് പാരലൽ ആയ ഒരു ലൈനാണ് കിട്ടുക. ഓക്കെ, ഇത് തിരിച്ചു പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 2 പാരലൽ ലൈൻസ് ആണ്. രണ്ടും പാരലലാണ്. ഇത് ബേസ് ആയിട്ട് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചോണം. ഈ ട്രയാങ്കിളിന്റെ സെയിം ഏരിയ ആയിരിക്കും
ഈ ട്രയാങ്കിളിനും. കാരണം എന്താണ്, ഈ ബേസിന് പാരലായ ലൈനിലാണ് ഈ തേർഡ് വെർട്ടെക്സ് എടുക്കണോ. ഈ ട്രയാങ്കിളിനും ഈ ട്രയാങ്കിളിനും ഈ 3 ട്രയാങ്കിൾ എന്തായിരിക്കും ഒരേ ഏരിയ ആയിരിക്കും. ഒരു ട്രയാങ്കിൾ നമ്മൾ ഇങ്ങനെ അടിച്ചാലോ ഇതിനും എന്തായിരിക്കും ആ 4 ട്രയാങ്കിളുകൾക്കും ഒരേ ഏരിയ ആയിരിക്കും. വൺസ് അഗൈൻ, all triangles with the same base and area have their third vertices on a line parallel to the base. Conversely, തിരിച്ചു പറഞ്ഞാൽ all triangles with the same base and third vertices on a line parallel to the base have equal area അല്ലെങ്കിൽ സെയിം ഏരിയ. അപ്പോൾ തേർഡ് വെർട്ടെക്സ് ഇവിടെയാണ് കിടക്കണമെങ്കിൽ ഇതിന്റെ ഒക്കെ ഏരിയ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ അറിയാം. നമുക്കൊരു ട്രയാങ്കിൾ തരാം, ഒരു ട്രയാങ്കിൾ മെഷർമെന്റ് ഒക്കെ തന്നാൽ ആ ട്രയാങ്കിൾ ആദ്യം വരയ്ക്കാൻ പറയും. എന്നിട്ട് പറയാണ് ആ ട്രയാങ്കിളിന്റെ സെയിം ഏരിയ ഉള്ള വേറൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ ഈ കൺസെപ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. ഒരു ട്രയാങ്കിളിന് ഈക്വൽ ഏരിയ ഉള്ള മറ്റൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ പഠിച്ച ഈ ഐഡിയ നമുക്ക് ഉപയോഗിക്കാം. അതെങ്ങനെയാണ് ഉപയോഗിക്കുക, അതെങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യും, പഠിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത് വരയ്ക്കുന്ന കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഇന്ന് ഇത്രയും മതി.